guys, welcome back to my YouTube channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് aminoglycosides ആണ്, pharmacology topic ആണ്. So അതിലെ നമുക്കൊരു short essay question വന്ന് നോക്കാമല്ലേ. Short essay question ഏതായിരുന്നു? 34-year-old woman is suffering from urinary tract infection. The urine culture report shows E. coli infection which is sensitive to the gentamicin. So gentamicin based ആയിട്ടാണ് ഇത് ചോദിച്ചേക്കുന്നത്. Explain the mechanism of action of gentamicin. Mention the adverse effect of gentamicin. So ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെൻറ്റാമൈസിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന്. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഷോർട്ട് ടെസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ അമിനോഗ്ലൈക്കോസൈഡ്സ് ആൻറ്റിബയോട്ടിക്സ് എന്യൂമറേറ്റ് ദം, മെക്കാനിസം ഓഫ് ആക്ഷൻ, കോമൺ അഡ്വേഴ്സ് എഫക്ട് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ്സ് ആൻഡ് റൈറ്റ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ജെൻറ്റാമൈസിൻ. സോ നമ്മൾ ഈ വീഡിയോയിൽ അമിനോഗ്ലൈക്കോസൈഡ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നുണ്ട്, ദെൻ അഡ്വേഴ്സ് എഫക്ട് യൂസ് കൂടാതെ ഇപ്പോൾ ജെൻറ്റാമൈസിൻ ആണല്ലോ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ജെൻറ്റാമൈസിനും കൂടെ എടുത്ത് ഈ വീഡിയോയുടെ എൻഡിലായിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമിനോഗ്ലൈക്കോസൈഡ്സ്. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ടല്ലേ, ദീസ് ആർ ദി ഡ്രഗ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് അമിനോ ഷുഗർ വിത്ത് they are joined, the amino sugars are joined by the glycoside bond. So glycoside linkage ulla amino sugars ne join cheyum, that is aminoglycosides. Mechanism of action of aminoglycosides endana aminoglycosides nu parayunnathu, they will penetrate the cell membrane through the aqueous pore. So aminoglycoside will penetrate the cell membrane through the aqueous pore and they will reach the periplasmic space. First എന്താ ചെയ്യുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് വന്നു, they will penetrate the cell membrane because they are highly lipid soluble, highly lipid soluble ആയതുകൊണ്ട്, highly water soluble ആയതുകൊണ്ട് തന്നെ they will enter the cell membrane, they will penetrate the cell membrane through aqueous pores and then they will reach periplasmic space, that is ബാക്ടീരിയയിലൊക്കെ ഉള്ള സ്പേസ് ആണ് plasmic space എന്ന് പറയുന്നത്. that is outer membrane inner membrane ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ സെൽ വോളിൻ്റെ, that is periplasmic space and taken up by the active transport process, that is they need oxygen dependent ആയിട്ടുള്ള active transport process വഴിയായിരിക്കും the aminoglycosides are taken up by the bacteria into the cytoplasm, into the nucleusലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, they will bind it to 30S as like that of tetracycline. They will also, this aminoglycosides will also bind to 30S ribosome and these aminoglycosides are specific to the organisms. Why? Because 30S ribosome-നോടല്ലേ ഇവർ ബൈൻഡ് ചെയ്യുന്നത് and they are present only in the bacteria, not in our humans. ഇങ്ങനെ ബാക്ടീരിയ പോലത്തെ ഓർഗാനിസത്തിൽ മാത്രമേ 30S and 50S റൈബോസോംസ് ഉള്ളൂ. ഹ്യൂമൻസിലൊക്കെ 30S റൈബോസോംസ് അല്ല, 1640 ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹ്യൂമണിൽ ഇത് ഇഫക്റ്റീവ് ആയിരിക്കും, ഹ്യൂമൻ സെൽസിന് ഇത് എഫക്റ്റ് ചെയ്യില്ല. then they will bind to 30S ribosomes and which blocks the initiation of protein synthesis. by binding to the 30S ribosome എന്ത് പറ്റും, ഇവർ എ സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ tRNA ഇവർ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല എ സൈറ്റിനോട്. അങ്ങനെ tRNA ബൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, tRNA ബൈൻഡ് ചെയ്ത് ഇപ്പോൾ ബൈൻഡ് ചെയ്ത tRNAയിൽ അമിനോ ആസിഡിനെ പി സൈറ്റിലേക്ക് പാസ് ചെയ്തിട്ട് ഈ പി സൈറ്റിൽ കുറേ പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കി ജോയിൻ ചെയ്ത് കുറേ അമിനോ ആസിഡ് ജോയിൻ ചെയ്തല്ലേ പ്രോട്ടീനായിട്ട് പുറത്ത് വരുന്നത്. ബട്ട് ഇവിടെ tRNA ഇനിഷ്യേഷനെ തന്നെയാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത്. tRNA ബൈൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, പി സൈറ്റിലേക്ക് അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, tRNA അവിടെ ബൈൻഡ് ചെയ്യുന്നില്ലല്ലോ. സോ ദേ ബ്ലോക്ക് ദി ഇനീഷ്യേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. then they causes misreading of mRNA and terminate the protein synthesis. ഇവിടെ misreading of mRNA ഉണ്ടാക്കും, mRNAയുടെ misreading and thus they terminate the protein synthesis. or they make addition of incorrect amino acid extra add ചെയ്യും. Thus it makes abnormal protein, thereby inhibiting the protein synthesis. and they have a bactericidal effect, they will kill the bacteria, they have a bactericidal effect. This is the mechanism of action of aminoglycosides. Aminoglycoside mechanism of action എന്താ, once the aminoglycosides enter, that is as a drug നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ബാക്ടീരിയയുടെ സെൽ വോളിനെ ദേ ആർ വാട്ടർ സൊല്യൂബിൾ, റൈറ്റ്, ഹൈലി ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ദേ വിൽ പെനിട്രേറ്റ് ദി സെൽ മെംബ്രെയിൻ ത്രൂ ദി അക്വസ് pores and they reaches the periplasmic space and from the periplasmic space there enters the nucleus through active transport process, oxygen dependent active transport process and they will bind to 30S ribosomal subunit. And once they bind to 30S ribosomal subunit, what happens, they will inhibit the protein synthesis. How they will inhibit the protein synthesis? Either by blocking the initiation process, either they block, otherwise they causes misreading of mRNA and terminate the protein synthesis, or they will make some additional amino acids in the
chain, that is addition of incorrect amino acid resulting in formation of abnormal protein, resulting in inhibition of the protein synthesis, and thus they are having a bactericidal effect. Now, classification of amino acids, aminoglycosides. Aminoglycosides ആയാലും ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റമിക്കും ഉണ്ട്, ടോപ്പിക്കലായിട്ടുള്ളതുകൊണ്ട്. സിസ്റ്റമിക്ക് നമ്മൾ വളരെ പരിചയമുള്ള കുറേ ഡ്രഗ്സാണ്. ദാറ്റ് ഇസ് ജെൻറ്റാമൈസിൻ, ടോബ്രാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, കെനാമൈസിൻ, amikacin, netilmycin. So netilmycin, amikacin, kanamycin, streptomycin, tobramycin and gentamicin. അത് ജെൻറ്റാമൈസിൻ നോക്കാമല്ലോ. ജെൻറ്റാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, കെനാമൈസിൻ, amikacins ഒക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. ദേ ആർ സിസ്റ്റമിക് ഡ്രഗ്സ്. വേറെ ടോപ്പിക്കലി ഏതൊക്കെയാണ് വരുന്നത്? നിയോമൈസിൻ ആൻഡ് ഫ്രാമസെറ്റിൻ. Framicetin and neomycin. Even neomycin, framicetins are the topical aminoglycosides, whereas systemic includes gentamicin, tobramycin, streptomycin, kanamycin, amikacin and netilmycin. This is about the aminoglycosides. Hope you like this video, and I think you understood the concept of aminoglycosides. Thank you for watching. Resistance. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെട്രാസൈക്ലിൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസിന് അമിനോഗ്ലൈക്കോസൈഡ്സിന് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. എങ്ങനെയൊക്കെ ഈ റെസിസ്റ്റൻസ് വരുന്നത്? എങ്ങനെ അവർ എക്സിബിറ്റ് ചെയ്യുന്നത്? ദേ മേക്സ് ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ് ഓർ ലോ അഫിനിറ്റി ഓഫ് ദി റൈബോസോംസ് ഓർ ഡിക്രീസിങ് ദി പെർമിയബിലിറ്റി ടു ദി ആൻറ്റിബയോട്ടിക്സ്. ദെൻ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അമിനോഗ്ലൈക്കോസൈഡ്സിനാണെങ്കിൽ ദേ ആർ നോട്ട് അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട്. സോ അവരെങ്ങനെയായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്? ലാർജ് വൂണ്ടിലും ബോഡി ക്യാവിറ്റീസിലൊക്കെ ഇവരെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ദേ ആർ റാപ്പിഡ്ലി അബ്സോർബ്ഡ്. ഓക്കെ, ബിക്കോസ് ദേ ആർ വെരി ലിപ്പിഡ് സൊല്യൂബിൾ, റൈറ്റ്? സോ അങ്ങനെ അവർ അബ്സോർബ് ആവുന്നത്. ദേ ആർ നോട്ട് അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട് ആൻഡ് ദേ ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി കിഡ്നി. ആൻഡ് ആസ് ദേ ആർ അപ്ലൈഡ് ഓവർ എ ലാർജ് വൂണ്ട് ആൻഡ് റാപ്പിഡ്ലി അബ്സോർബ്ഡ്, ദേ ആർ നോട്ട് ബൈൻഡിങ് ടു ദി പ്ലാസ്മ പ്രോട്ടീൻസ്. ദെൻ ADR, that is adverse drug reaction, includes ഇവർക്ക് കൂടുതലും ടോക്സിസിറ്റി. അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇവർ പ്ലാസ്മ പ്രോട്ടീനോട് ബൈൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഫ്രീ ഡ്രഗായിട്ടാണല്ലോ ബോഡിയിൽ പാസ് ചെയ്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ടോക്സിസിറ്റീസാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ ടോക്സിസിറ്റീസാണ്? ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി ആൻഡ് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ്സ്. ഓക്കെ, ഓട്ടോടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഡെഫ്നെസ് ആണല്ലേ, ഇയർ പ്രോബ്ലംസാണ്. അപ്പം ഓട്ടോടോക്സിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദേ മേക്സ് എ പെർമനൻറ്റ് ഡെഫ്നെസ്. ടിറ്റിനസ് ആയിരിക്കും ഫസ്റ്റ് അപ്പിയറിംഗ് സൈൻ, ഫോളോഡ് ബൈ ദി ഡെഫ്നെസ്. ദേ ആർ മാനിഫെസ്റ്റഡ് ആസ് ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡിസിനസ്, nystagmus and ataxia. So they are manifested as headache, nausea, vomiting, dizziness, nystagmus and ataxia. Then ototoxicity, deafness and permanent loss of hearing. Next is nephrotoxicity. Nephrotoxicity എന്ന് പറയുമ്പോൾ നെഫ്രോ എന്ന് പറയുമ്പോൾ എന്താ? കിഡ്നി ആണല്ലോ. അപ്പോൾ കിഡ്നിക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കും. ഹൈ കോൺസെൻട്രേഷൻ ഇൻ ദ റീനൽ കോർട്ടെക്സ്, ബിക്കോസ് അമിനോഗ്ലൈക്കോസൈഡ്സ് വിൽ മേക്ക് ഹൈ കോൺസെൻട്രേഷൻ ഇൻ ദ റീനൽ cortex. Why? Because they are excreted through kidney, and resulting in loss of urine concentrating capacity, low GFR and albuminuria. അപ്പം albuminuria എന്ന് പറയുമ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാക്കുമല്ലേ. Then neuromuscular blockade. Neuromuscular blockade എന്ന് പറയുമ്പോൾ they will block neuromuscular transmission. These are the adverse effects. Adverse effect of aminoglycosides എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടോക്സിസിറ്റീസ് ആണ് പറയുന്നത്. ബിക്കോസ് ഇവർ പ്ലാസ്മ പ്രോട്ടീനോട് ബൈൻഡ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദേ വിൽ മേക്ക് ടോക്സിസിറ്റി like ototoxicity, nephrotoxicity and neuromuscular blockade. Then uses of aminoglycosides. Uses of aminoglycoside എന്ന് പറയുമ്പോഴത്തേക്കും infections due to gram negative bacteria. They are used against infections due to gram negative bacteria, streptococcal and enterococcal endocarditis. Thus they are bactericidal. ലോ എന്തുകൊണ്ട് സ്ട്രെപ്റ്റോകോക്കൽ എൻഡോകാർഡിറ്റിസിൽ യൂസ് ചെയ്യുന്നത്? ദേ ആർ ബാക്ടീരിയോസിഡൽ, ലോ pH ആൻഡ് അനേറോബിയാസിസ്. ദെൻ ദേ വിൽ ഇൻഹിബിറ്റ് സെൽ വാൾ സിന്തസിസ്. അനേറോബിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും, ലോ pH ഉള്ളത് യൂസ്ഫുൾ ആണ്. ദേ ആർ ബാക്ടീരിയോസിഡൽ ആൻഡ് ഓൾസോ ദേ വിൽ ഇൻഹിബിറ്റ് സെൽ വാൾ സിന്തസിസ്. ദെൻ ഏതൊക്കെയാണ് തെറാപ്യൂട്ടിക് യൂസിൽ പറയുന്നത്? തെറാപ്യൂട്ടിക് യൂസിൽ പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ടി ബിയിൽ, അതായത് ട്യൂബർക്കുലോസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡിറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലേഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്യുലറീമിയ ആൻഡ് ബ്രൂസെല്ലോസിസ് ആർ ദി തെറാപ്യൂട്ടിക് യൂസ് ഓഫ് aminoglycosides. ഇതിൽ ജെൻറ്റാമൈസിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ജെൻറ്റാമൈസിൻ്റെ ഒരു ക്ലിനിക്കൽ കേസ് സ്റ്റഡി തന്നിട്ട് വാട്ട് ആർ ഇറ്റ്സ് യൂസസ്, ഇത് ഈ അമിനോഗ്ലൈക്കോസിഡ്സ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ജെൻറ്റാമൈസിൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി മൈക്രോമോണോസ്പോറ പർപ്യൂറി.
and they causes more nephrotoxicity and vestibular toxicity. Then uses of gentamicin includes they are used in urinary tract infection UTI, then pneumonia, osteomyelitis, peritonitis, septicemia and abscess ബേൺസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഗ്രാം നെഗറ്റീവ് ക്യാൻസർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതിലൊക്കെ ഇത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദസ് ഓസ്റ്റോമൈലൈറ്റിസ്, പെരിറ്റോണൈറ്റിസ്, സെപ്റ്റിസീമിയ, ആബ്സസ് ആൻഡ് ബേൺസ്. Then meningitis due to gram-negative organism. Then SBEs subacute bacterial endocarditis and then in topical use. ഇതിനൊക്കെയാണ് ജെൻറ്റാമൈസിൻ യൂസ് ചെയ്യുന്നത്.